അത് അങ്ങയുടെ അഭിപ്രായമാണ്. പക്ഷെ ഞങ്ങളിത് ചെയ്യും എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണ്. ODF സ്റ്റേറ്റായി പ്രഖ്യാപിച്ചിരിക്കും. അല്ല 100 ദിവസം കൊണ്ട് അവര് UDF ഗവൺമെന്റിന് ഒന്നും മറുപടി പറയേണ്ട ജോലി എനിക്കിതേതല്ല. UDF ഗവൺമെന്റ് കാലത്ത് അവർ ഉദ്ഘാടനം ചെയ്തു, അത് പൂർത്തീകരിച്ചില്ല എന്നുള്ളത് ഒരു പ്രശ്നമുണ്ട്. ഇത് LDF ഗവൺമെന്റ് കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് LDF ഗവൺമെന്റ് കാര്യമാണ്. ഈ പറയുന്ന നവംബർ 1-ാം തീയതി പ്രധാനമന്ത്രി തന്നെ കേരളത്തിൽ ODF സ്റ്റേറ്റായി കേരളത്തെ പ്രഖ്യാപിക്കും. അല്ല 100 ദിവസത്തിനുള്ളിൽ ചെയ്യുമെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോഴും ചെയ്തിട്ടില്ല മന്ത്രി. അതാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത ആ കമ്മിറ്റി എവിടെ പോയി? എല്ലാം ചെയ്യാൻ കഴിയില്ലല്ലോ. അല്ല എല്ലാം ചെയ്യണ്ട. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത ഉപസമിതി, ആ ഉപസമിതിയുടെ പണി എന്തായി? ഇപ്പോ കടകംപള്ളി കേസിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അതിന്റെ പരിശോധന. അല്ല ആ പരിശോധന 5 കൊല്ലം ഇങ്ങനെ തുടരുകയാണ് സുഹൃത്തേ. 5 കൊല്ലം ആ പരിശോധന 5 കൊല്ലം തുടരാൻ പോവുകയാണോ എന്നുള്ളതാണ്. ഐസ്ക്രീം പാർലർ കേസിൽ ഈ ഗവൺമെന്റിന്റെ സത്യവാങ്മൂലം കൊടുത്തു. ഞങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് കൂടുതലൊന്നും പറയാനില്ല. ഇല്ല, കൃത്യമായി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യൂ, ഇത്തിരി ക്ഷമ കാണിക്കൂ. ശരി 100 ദിവസത്തിന്റെ ആനുകൂല്യമാണ് ചോദിക്കുന്നത്. ഞാൻ തിരികെ എത്താം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, എങ്ങനെ വിലയിരുത്തുന്നു ഈ സർക്കാരിന്റെ പ്രവർത്തനത്തെ? എനിക്ക് തോന്നുന്നത് ഈ ഗവൺമെൻറ് ഇപ്പോൾ 100 ദിവസം പൂർത്തിയാക്കുന്നു. നമ്മൾ ഈ മധുവിധു കാലം എന്നൊക്കെ ഇപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്. വാസ്തവത്തിൽ അവർ ഒരു 5 വർഷം ഭരിച്ച ഒരു ഗവൺമെൻറ് UDFിൻ്റെ സർക്കാർ. അതിൻ്റെ പല തീരുമാനങ്ങളോടും നയപരിപാടികളോടും വിയോജിപ്പുള്ളൊരു പുതിയ സർക്കാരാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു നിലമൊരുക്കലിൻ്റെ ഒരു സാഹചര്യം മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ അദ്ദേഹം ഇന്ന് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ, അല്ലെങ്കിൽ ഞാൻ മുഴുവൻ കേട്ടില്ല, അതിൻ്റെ വാർത്തകൾ മാത്രം കണ്ടു, റേഡിയോയിലെ പ്രഭാഷണം, ഇതൊക്കെ അവരുടെ ഒരു നയപ്രഖ്യാപന പ്രസംഗം എന്നതിനപ്പുറത്ത് അവർ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ശൗചാലയങ്ങളുടെ കാര്യം പറഞ്ഞു. അതിപ്പോൾ നവംബറിനുള്ളിൽ അവർ നടപ്പാക്കാനായിട്ട് അവരാഗ്രഹിക്കുന്നു. ഒരു പക്ഷേ നടക്കുമോ നടക്കില്ലയോ. പിന്നീട് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി പിന്നെ ഐസ്ക്രീം പാർലർ കേസിൻ്റെ പിന്നാലെ പോവുക, അല്ലെങ്കിൽ സോളാർ കേസിൻ്റെ പിന്നാലെ, അതല്ല അവരുടെ ജോലി. അവർക്ക് അവരുടേതായ ഒരു ഫോക്കസ് ഉണ്ട്. ഈ ഗവൺമെൻറ് 100 ദിവസം കൊണ്ട് 100 ദിവസത്തെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ, നമുക്ക് നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോൾ ഒരു ഫോക്കസ് ഉള്ളൊരു സർക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറഞ്ഞ പക്ഷം 2-3 മന്ത്രിമാരെങ്കിലും, മുഖ്യമന്ത്രി തീർച്ചയായിട്ടും അദ്ദേഹം ഈ സർക്കാരിന് ഒരു ദിശാബോധം നൽകുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ധനകാര്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ബജറ്റിലെ ചില കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭാഗപത്രം, അതിൻ്റെ രജിസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങൾ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബജറ്റും ഈ സർക്കാരിൻ്റെ ഒരു ലക്ഷ്യബോധം കാണിക്കുന്നതാണ്. പക്ഷേ ഞാനിവിടെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ഈ സർക്കാരിനെ കാണുന്നത് ഒരു പോരായ്മയല്ലത്, അത് വന്നുഭവിച്ച ഒന്നാണ്. അതായത് ഭരണപരിചയമുള്ള മന്ത്രിമാരുടെ ഒരു കുറവ്. ഇപ്പം മുഖ്യമന്ത്രി പോലും ഒരു ടൈം മുഴുവനായിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 വർഷമേ ഉള്ളൂ. പിന്നെ ഉള്ളത് തോമസ് ഐസക്കാണ്, ശ്രീ ബാലനാണ്, ശ്രീ ജി സുധാകരനാണ്, പിന്നെ നമ്മുടെ മാത്യു ടി തോമസ് പോലും ഒരു 5 വർഷം മുഴുവനായിട്ട് ഇരുന്നിട്ടില്ല. ഈ ഒരു പരിചയത്തിൻ്റെ കുറവ് നമ്മൾ പക്ഷേ VS സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു. പക്ഷേ അവർ പിന്നെ ജനവിധിയിലേക്ക് പോകുമ്പോൾ ജനവിരുദ്ധ തരംഗം പോലും ഉണ്ടായില്ല എന്ന്. വേണു പറഞ്ഞത് ഞാൻ ഈ 100 ദിവസത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. 100 ദിവസം കഴിയുമ്പോൾ ഈ മന്ത്രിമാരും മികവ് കാട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ 100 ദിവസം കൊണ്ട് അവർ എങ്ങനെയാണ് ഫയൽ നീങ്ങുന്നത്, എങ്ങനെയാണ് ഭരണപരമായ കാര്യങ്ങൾ നോക്കുന്നത്, ഇതൊക്കെ പഠിക്കണം. പഠിക്കാതെ പെട്ടെന്ന് വന്നിട്ട് അത്ഭുതങ്ങൾ ചെയ്ത് കളയാവുന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. പക്ഷേ ഞാൻ ഈ സർക്കാരിൽ ഞാൻ ഈ പരിചയക്കുറവിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ നാം ആശങ്കയോടെ വീക്ഷിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുറഞ്ഞിരുന്നു. യാതൊരു സംശയമില്ല, നമ്മുടെ കണക്കുകളുണ്ട്. ഇപ്പോൾ എനിക്കത് ഉദ്ധരിക്കാൻ എൻ്റെ കയ്യിലില്ലെങ്കിൽ പോലും കുറഞ്ഞിരുന്നു. അന്ന് സംഭവിച്ചത് പാർട്ടിക്കാർ കൊടുക്കുന്ന പ്രതികളെ നോക്കാതെ യഥാർത്ഥ പ്രതികളെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കുറഞ്ഞിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ് വന്നപ്പോൾ പെട്ടെന്ന് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണം കൂടുന്നു. ആ രീതിയിൽ കാര്യങ്ങളെ പോകുന്നു എന്നുള്ളത്. കണക്ക് പ്രകാരം രാഷ്ട്രീയ കൊലപാതകങ്ങളടക്കം ഇപ്പോൾ 300ഓളം ഏറ്റുമുട്ടലുകളാണ് ഉണ്ടായിരുന്നത്. അതായത് ഗവൺമെൻറ് അധികാരം ഏൽക്കുന്നതിന് മുന്നേ ധർമ്മടത്ത പ്രശ്നങ്ങളുണ്ടാകുന്നു, പിന്നെ പയ്യന്നൂരിലും തലശ്ശേരിയിലും പ്രശ്നങ്ങളുണ്ടാകുന്നു, ബോംബ് നിർമ്മാണത്തിനിടയിൽ ആളുകൾ മരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ചരിത്രം നോക്കുമ്പം PSPയും CPMും തമ്മിൽ, കോൺഗ്രസും CPM തമ്മിൽ, പിന്നീട് സംഘപരിവാര സംഘടനകളും CPMും തമ്മിലൊക്കെയാണ് ഈ കണ്ണൂർ അല്ലെങ്കിൽ മലബാർ മേഖലയിൽ പ്രശ്നങ്ങൾ. പക്ഷേ അവിടെ അന്നേരം എല്ലാം ഒരു വശത്ത് CPM ആണെന്നുള്ളത് നിൽക്കുകയാണ്. ഇവിടെയും CPM. പക്ഷേ എനിക്ക് തിരുവഞ്ചൂർ പറഞ്ഞോട് യോജിപ്പില്ല.
അതായത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. അദ്ദേഹം ഭരണത്തിൻ്റെ പ്രതിനിധിയല്ല, അദ്ദേഹം ഗവൺമെൻറ് പ്രതിനിധിയല്ല, അദ്ദേഹം CPM-ൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരെ തല്ലാനോ കൊല്ലാനോ ചെന്നാൽ തിരിച്ചടിക്കണമെന്ന് തന്നെ അദ്ദേഹം അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞാലും തിരിച്ചടിക്കണമെന്ന് തന്നെ പറയാം. ശ്രീ വി മുരളീധരൻ നാളെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഒരു പരസ്യമായി പറഞ്ഞില്ലെങ്കിലും അല്ലാതെ തല്ലാൻ വരുന്നവരെ തല്ലുകൊള്ളുക അല്ലെങ്കിൽ അതൊരു ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എടുക്കേണ്ട രീതിയാണ്. അല്ല, ഇനി പോട്ടെ, അത് ഒരു പക്ഷെ കുറച്ച് നിരുത്തരവാദിത്തോടുകൂടി എടുത്ത തീരുമാനമാണെങ്കിലും ഭരിക്കുന്നത് അവരാണ്. ഈ സെക്രട്ടറിയുടെ നിലപാട് ഭരണത്തിൽ പ്രതിഫലിച്ചാലോ? ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങ് ഈ പറയുന്ന തരത്തിൽ പ്രതികളുടെ ലിസ്റ്റ് കൊടുത്തിട്ട് അത് പിടിക്കാതിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റുകയാണ്. CI ഓഫീസിൽ P. ജയരാജൻ അടക്കമുള്ളവർ പോയി ധർണയിരിക്കുകയാണ്. നാദാപുരത്ത് പ്രതികാരക്കൊല നടത്തുകയാണ് കോടതി വെറുതെ വിട്ട ആളെ. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധ യോഗം നടക്കുകയാണ്. അതായത് പാർട്ടി കോടതികളാണോ ശിക്ഷ തീരുമാനിക്കുന്നത് എന്ന മട്ടിലുള്ള അതിനെയൊന്നും ഞാൻ അനുകൂലിക്കല്ലേ. വരമ്പത്ത് കൂലിയുടെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ്, അതിന്റെ തുടർച്ചയാണ് എന്ന് പറയുന്നതിലെ കാര്യമില്ല. അദ്ദേഹം CPM-ന്റെ നേതാവാണ്. CPM പ്രവർത്തകരുടെ മനോവീര്യം കെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ കാര്യമാണ്. അതല്ല നമ്മളിവിടെ നോക്കേണ്ടത്. പക്ഷേ ഈ ഗവൺമെന്റ് വന്നപ്പോൾ വീണ്ടും രാഷ്ട്രീയ കൊലപാതകങ്ങൾ സംഭവിക്കുന്നു. മറ്റൊരു കാര്യം, ഒരുപക്ഷെ പിണറായിയിലേക്ക്, കണ്ണൂർ ലോബിയിലേക്ക് ഈ ഭരണം കേന്ദ്രീകരിക്കപ്പെടുന്നു. ഇതൊക്കെയാണ് നാം ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഈ ദിവസം വരെയുള്ള കൊച്ചു കാര്യങ്ങൾ. താങ്കൾ കശുവണ്ടിയുടെ കാര്യം പറഞ്ഞല്ലോ. നമുക്ക് കശുവണ്ടി ഫാക്ടറിയുടെ കാര്യത്തിൽ എന്താ നോക്കേണ്ടത്? ഇപ്പോൾ ഏത് വിലയ്ക്ക് വാങ്ങിച്ചു, ഇപ്പോൾ ഈ 100 ദിവസത്തേക്ക് പറയാനായിരിക്കാം. അടുത്ത 5 കൊല്ലം ഇത് സസ്റ്റെയിൻ ചെയ്യാൻ ഈ സർക്കാരിന് സാധിക്കുമോ എന്നുള്ളതാണ് നല്ല കാര്യം തന്നെയാണ്. 5 കൊല്ലം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ? അതാണ് ചർച്ച ചെയ്യുന്നത്. ശരി, ശ്രീ തിരുവഞ്ചൂരിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീമതി ജെ. മേഴ്സിക്കുട്ടിയമ്മ, ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയായി എല്ലാവരും ഉന്നയിക്കുന്നത് എന്ന് വെച്ചാൽ പ്രതിപക്ഷം എന്ന നിലയിൽ രാഷ്ട്രീയമായി മാത്രം ഉന്നയിക്കപ്പെടുന്നതല്ല, അതുകൊണ്ട് അങ്ങനെ മാത്രം മറുപടി പറയരുത്, പൊതുവിൽ ഉയർന്നു നിൽക്കേണ്ടതാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടിയിരിക്കുന്നു, രാഷ്ട്രീയ സംഘടനകൾ കൂടിയിരിക്കുന്നു. ആ വിഷയം ഗൗരവത്തോടെ എടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ വരമ്പത്തു കൂലി എന്ന നിലയിൽ സമാന്തര നീതി നിർവഹണത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഇത് ആശാസ്യമാണോ? അതെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനപരമായൊരു അന്തരീക്ഷം തന്നെയാണ്. ബോധപൂർവമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ചില സംഘർഷങ്ങളും ചില സംഭവങ്ങളും വന്നിരിക്കുന്നത്. ആക്രമണത്തിന് ഏറ്റവും കൂടുതൽ വിധേയമാകുന്നത് CPM-ന്റെ പ്രവർത്തകരാണ്. CPM അങ്ങോട്ട് പോയി ചെയ്യുകയല്ല, ഇങ്ങോട്ടാണ് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രതിരോധമായിട്ടാണ് ചില സംഭവങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊരു കേരളത്തിൻ്റെ അന്തരീക്ഷം ഇത്തരത്തിലേക്ക് പോകാൻ പാടില്ലെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ക്രമസമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ വികസിതമായിട്ടുള്ളൊരു കേരളത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സമാധാനപരമായ അന്തരീക്ഷം വേണം എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. എല്ലാവരും സഹകരിക്കുമ്പോൾ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ഉണ്ടാകുന്ന സംഭവങ്ങളെ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ കഴിയുന്ന ജാഗ്രത പുലർത്തി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. CPM-ഓ അല്ലെ ഇടതുപക്ഷമോ ഉണ്ടാക്കുന്നതല്ല പ്രശ്നമെന്ന് കൂടി കാണേണ്ടതുണ്ട്. എന്തായാലും ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ. ഞങ്ങൾ അക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തി തന്നെ മുന്നോട്ട് പോകും. ശരി, ശ്രീ തിരുവഞ്ചൂരിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ വി. മുരളീധരൻ, ഞങ്ങൾ മാത്രമല്ല ഇതിന് കാരണക്കാരെന്ന് പറയുമ്പോൾ ചൂണ്ടുന്ന വിരൽ നിങ്ങളുടെ നേർക്കാണ്.